സിനിമാക്കാർ പട്ടികളെ പട്ടികളെ ഞാൻ പറയാം, പട്ടികളെ ഞാൻ പറയുന്നത്. മാധവ് സുരേഷേ, നിനക്ക് കഴിവുണ്ടെന്ന് ജനം മനസ്സിലാക്കുന്ന അന്നേ നിന്റെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാവുള്ളൂ. നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എൻ്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണം. ഏതൊരു മണ്ടനം മനസ്സിലാക്കിക്കൂടെ? 2.5 ലക്ഷം വ്യൂവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി പറയുന്നു. ന്യൂസ് 18 ചാനൽ ആൾക്കാരെ വെല്ലുവിളിക്കുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ രാത്രി നമ്മളെ കോക്കണ്ണൻ കോക്കാച്ചിയെ പോലെ വന്നിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഒരു എക്സ്ട്രീം ലെവലിൽ ഒരാളെനെ എങ്ങനെയൊക്കെ തേച്ച് ഒട്ടിക്കാം എന്നുള്ള ലെവലിൽ ആ ലെവലിലൊക്കെ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് അഭിനയിച്ച ഒരു പടം ഉണ്ടായിരുന്നു, അംഗം അട്ടഹാസം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് റിവ്യൂ കോക്കണ്ണൻ ഇട്ടു. അതുപോലെ തന്നെ ഉണ്ണി വ്ളോഗ്സ് അതിൻ്റെ കഥ സ്പോയിൽ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാരണങ്ങൾ കൊണ്ട് ഇവരിപ്പോൾ ഇത് റീഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റീഷൂട്ട് ചെയ്തിട്ട് ക്ലൈമാക്സ് മാറ്റിയിട്ട് വീണ്ടും ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ 1 ലക്ഷം രൂപ കോക്കണ്ണൻ ഇവരോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അടിവരയിട്ട് നമുക്ക് എന്നിട്ട് പറയുക പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം. അപ്പോൾ എന്താണ് സംഭവം നമുക്ക് വിശദമായിട്ട് നോക്കാം. JK റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ഇത് എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ ആദ്യമേ തന്നെ. ഈ അംഗം അട്ടഹാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ മാധവ് സുരേഷ് ഷാജൻ സക്രിയയ്ക്ക്, നമ്മുടെ മറുനാടൻ മലയാളി, ആൾ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂക്ക് അകത്ത് ഇവൻ പറയുന്നുണ്ട്, അപ്പാറ തള്ളലാണ് തള്ളിയിട്ടുണ്ടായിരുന്നു ചെറുക്കൻ. അതായത് ഈ സിനിമ ഇറങ്ങണതിന് തൊട്ട് മുമ്പ് വരെ തള്ളാലോ, ആഞ്ഞു തള്ളാം. അപ്പോൾ എങ്ങനെയൊക്കെ രീതിയിൽ തള്ളണോ ആ രീതിയിലൊക്കെ അവൻ തള്ളിയിട്ടുണ്ട്. ഒരു ബാഹുബലി ലൈനാണ് അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ പടം രാജമൗലിനൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറിനെ അവൻ പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ ഇത് ഇവൻ്റെ ഒരു ബാഹുബലിയാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് ഈ ഒരു സിനിമ ഇവൻ്റെ ഒരു ബാഹുബലി. ഈ സിനിമയ്ക്കകത്ത് കുറച്ച് പേരുകളുണ്ട്. ആ പേരുകൾ മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഈ പേരുകൾ ഗംഭീര രസമാണ്. കാക്ക സൈജു, പാളയം ശിവ, അമ്മായി കുട്ടൻ, ഉറുമി ഷാജി, പേയാട് ചന്തു, കരിമടം സലീം, പടക്കം പ്രവീൺ, തീവട്ടി മനോജ്, വെറൈറ്റി പേരുകളാണ്. ഇതിൽ കാക്ക സൈജു എന്ന് പറയുന്ന ആൾ കൊടൂര വില്ലനാണ്. അയാളുടെ ഇൻട്രോ ബഹുരസമാണ്. ഏതോ ഒരു തൈക്കളവനെ വെടിവെച്ച് കൊല്ലുന്നു. അത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കണം യവൻ പുലിയാണെന്ന്. ഇങ്ങനെയുള്ള അപരാധം പിടിച്ച സിനിമകൾക്ക് റിവ്യൂ മാറ്റി പറയാൻ വേണ്ടിയിട്ട് കോക്കണ്ണൻ 1 ലക്ഷം രൂപ ഇവൻ്റെ അടുത്തുനിന്ന് ആവശ്യപ്പെട്ടു എന്നാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നത്. ഇതിൽ രസം അതല്ല, കോക്കണ്ണനെ പോലെയുള്ള ഒരു യൂട്യൂബർ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു അപരാധം പിടിച്ച പടം മാറ്റി പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കണ്ണൻ്റെ റിവ്യൂ കേട്ടിട്ട് ആ സിനിമയ്ക്ക് പോയ ഒരുത്തൻ്റെ ഒരു അവസ്ഥ അമ്മാതിരി ദുരന്തത്തിലേക്ക് കോക്കണ്ണൻ ഒരിക്കലും തള്ളിവിടില്ല. അണ്ണൻ ചിലപ്പോൾ ഈ റിവ്യൂ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് നിന്ന് 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും വിശ്വസിക്കാമായിരുന്നു. ഇത് എന്നാലും 1 ലക്ഷം രൂപയ്ക്കൊക്കെ കോക്കണ്ണൻ സമ്മതിച്ചു കൊടുക്കൂ. വീഡിയോ അണ്ണൻ്റെ ഒരു വീഡിയോ 2-2.5 ലക്ഷം വ്യൂവേഴ്സ് വരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ആൾക്ക് വരുന്നൊരു എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ടാണ്. അപ്പോൾ അതെന്നെ നല്ലൊരു റവന്യൂ ആൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൾ വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു 1 ലക്ഷം രൂപ മേടിച്ചിട്ട് ചുമ്മാ കുത്തിരിക്കൂ. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കോക്കണ്ണൻ്റെ റിവ്യൂ എന്നല്ല, ആര് കണ്ടാലും ഈ ഒരു പടം, ആര് പറഞ്ഞാലും ഈ ഒരു പടം ഹിറ്റാവാൻ പോണില്ല. അമ്മാതിരി എടുക്കലാണ് എടുത്തു വച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇവനാണ് പ്രൊഡ്യൂസറായിട്ടുള്ള അനിൽകുമാർ. ഇവൻ ഇതിൻ്റെ ഒരു കോ റൈറ്ററും കൂടിയിട്ടാണ്. നമുക്ക് നോക്കാം. ടൈം സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ അത്തരത്തില് നമ്മളെ ശരിക്കും നമ്മളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയേണ്ടുന്നത് അശ്വന്ത് ഗോക്ക്, 2 ഉണ്ണി വ്ളോഗ്. പിന്നെ ഈ അശ്വന്ത് ഗോക്ക് എന്താണ് എനിക്കുണ്ടാക്കിയ നഷ്ടം എന്ന് പറയുന്നത്, നഷ്ടം ചെറുതല്ല. പുള്ളിയുടെ വ്യൂസ് എന്ന് പറയുന്നത് ഏതാണ്ട് 2.5 ലക്ഷം. 2.5 ലക്ഷം എന്ന് പറയുമ്പം മനസ്സിലായില്ലേ? പുള്ളിയുടെ വ്യൂസ് 2.5 ലക്ഷമാണ്. അപ്പോൾ
ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മിനിമം 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. 10 പേരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ നിൽക്കട്ടെ. ഈ 2.5 ലക്ഷം വ്യൂസ് ഉള്ള ഒരു വ്യക്തി ഇയാളുടെ കയ്യിൽ നിന്ന് ഈ പൈസ വാങ്ങിച്ചിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതും അമ്മാതിരിയുള്ള കാട്ടവരാധം പിടിച്ചൊരു പടത്തിന്. അയാളെക്കുറിച്ച് ഇവനെ അറിയില്ല എന്ന് തോന്നുന്നു ഇമാതിരി വർത്താനം പറയാനായിട്ട്. ഒരു യൂട്യൂബർ എന്താണ്, അയാൾക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്നുള്ളതൊന്നും ഇവന് വലിയ നിശ്ചയമില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 25 lakhs ആൾക്കാരിൽ ഇത് എത്തിക്കഴിഞ്ഞു. അപ്പൊ ഈ 25 lakhsൽ മിനിമം 10 ലക്ഷം പേര് ചിലപ്പോൾ മൂവി കാണുന്നവരായിരിക്കും. ഓക്കെ, ഇപ്പം 10 ലക്ഷം പേര് മൂവി കാണുന്നവരിൽ പിൻവലിക്കുകയാണ്. അപ്പൊ ഇതിൽ എന്താണ് നേട്ടം എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞാൽ റിവ്യൂ പറയുന്നത് പൈസ വാങ്ങിക്കൊണ്ടാണ് പറയുന്നത് എന്ന് എനിക്ക് വ്യക്തമായ അറിവുണ്ട്. അത് എവിടുന്ന് കിട്ടിയ അറിവാ അണ്ണനെ? ഒന്നിനും പ്രൂഫില്ല. പ്രൂഫ് എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ കോക്കണ്ണം വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രൂഫുണ്ടോ? പ്രൂഫില്ല. അപ്പോൾ ഈ പൈസ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ആളെന്തെങ്കിലും മെസ്സേജ് ചെയ്ത് തന്നിട്ടുണ്ടോ അക്കൗണ്ട്? അതൊന്നുമില്ല. പൈസ എന്നിട്ട് പറയാം ത്രൂ ആണ്, അതായത് നേരിട്ട് കൊടുക്കലാണ്. അതായത് ഒരു മൂവിക്ക് 1 ലക്ഷം രൂപയാണ് പുള്ളി ചോദിക്കുന്നത്. അതായത് 1 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ പുള്ളി നെഗറ്റീവ് പറയും, 1 ലക്ഷം രൂപ കൊടുത്താൽ പോസിറ്റീവ് പറയും. ഇത് ആളോട് ആരോ പറഞ്ഞിട്ടുള്ളതാണ്. ആളുടെ തന്നെ വീഡിയോൻ്റെ അടിയിൽ വന്നിരുന്നിട്ട് ചില ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട്, ഇന്ന് ഇത് പൈസ വാങ്ങിയിട്ട് ചെയ്ത റിവ്യൂ ആണോ അണ്ണാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേട്ടറിവ് വെച്ചിട്ട് അണ്ണം വെറുതെ ചുമ്മാ തള്ളിയിട്ടുള്ളതാണ്. ഞാൻ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഇപ്പം അണ്ണൻ ഇപ്പം ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ 1 ലക്ഷം രൂപ ആൾക്ക് കൊടുത്തു നിൽക്കുക. അപ്പോൾ ആ 1 ലക്ഷം രൂപ അയാൾക്ക് കൊടുത്ത് ആൾ നല്ല പോസിറ്റീവ് റിവ്യൂ ഇട്ടു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ റിവ്യൂവറെ കൊണ്ട് പോസിറ്റീവ് പറയിപ്പിച്ചിട്ട് അണ്ണൻ എന്തിനാണ് ഈ പടം ഹിറ്റാക്കാൻ നടക്കുന്നത്? ഇവിടെ ഓരോ സിനിമയും വിജയിക്കുന്നതും ഫ്ലോപ്പ് ആവുന്നതും റിവ്യൂവർ ഉള്ളത് കൊണ്ടൊന്നുമല്ല. അണ്ണൻ പറഞ്ഞ ഒരു റിവ്യൂ ആണ് ബ്രോമൻസിൻ്റെ. അണ്ണന് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ ആ പടം എന്നിട്ട് അണ്ണൻ പറഞ്ഞതുകൊണ്ട് മാത്രം ആ പടം നല്ല രീതിക്ക് ഓടിയോ? ഇവിടെ അരി 10,000 അരി ഉണ്ടെങ്കിൽ എലി എന്നിട്ടാവുന്നു മലബാറിൽ നിന്ന് വരുന്ന അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ ഇല്ലേ? അതേപോലെ പടം നല്ലതാണെങ്കിൽ മാത്രമേ ആൾക്കാർ കയറൂ. അത് ഫസ്റ്റ് ഡേ ഇപ്പം തന്നെ ഇപ്പോൾ കോക്കണ്ണൻ്റെ റിവ്യൂ ഒന്നല്ല, അതിന് വരുന്നതിന് മുമ്പ് തന്നെ പബ്ലിക് റിവ്യൂ വരുന്നുണ്ട്, എങ്ങനെയുള്ള പടങ്ങളാണ്, ഏത് തരത്തിലുള്ള പടങ്ങളാണെന്നുള്ളതൊക്കെ. ഇപ്പോൾ റിവ്യൂ നോക്കേണ്ട കാര്യമില്ല. ഒരു പടം നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മൗത്ത് ടോക്ക് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പോൾ ഇവരുടെ യൂട്യൂബേഴ്സിൻ്റെ റിവ്യൂ കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അണ്ണനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവ് സുരേഷിനെ പോലെയുള്ള ആൾക്കാരെ വെച്ചിട്ട് 4.5 കോടി ചിലവാക്കിയിട്ട് ഒരു പടം പിടിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ അണ്ണൻ്റെ വലിയൊരു ഫ്ലോപ്പാണ്. കയ്യിൽ എന്തെങ്കിലും ഒരു സംഭവം വേണം. ഇപ്പോൾ ഒരു കഴിവില്ലാത്ത ഒരാൾക്കാർ നിന്നിട്ട് പടത്തിൽ അഭിനയിക്കുന്നുണ്ട്, ഞാൻ സുരേഷ് ഗോപിയുടെ മോനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഈ സിനിമ നന്നാവണമെന്നില്ല. സിനിമ നന്നാവണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർ നന്നാവണം. ആൾക്ക് നന്നായിട്ട് അഭിനയം ഉണ്ടായിരിക്കണം, നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, നല്ല കെട്ടുറപ്പുള്ള തിരക്കഥ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഒരു കോർഡിനേഷൻ, അതൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന രീതി, അതൊക്കെ വളരെ നന്നായിരിക്കണം. അതുപോലെ ആ പടത്തിൻ്റെ BGM, അങ്ങനെ എല്ലാത്തിനും ഒരു പടം ഹിറ്റാവണമെങ്കിൽ അതിൻ്റെ A തൊട്ട് Z വരെയുള്ള കാര്യങ്ങളുണ്ട്. അല്ലാതെ ഒരു പടം മോശമാണെന്ന് ഒരു റിവ്യൂവർ വന്ന് പറഞ്ഞതുകൊണ്ട് ആ പടം മോശമാവില്ല. ഒരിക്കലും ആ പടത്തിന് തിയേറ്ററിൽ ഫ്ലോപ്പ് ആവില്ല. അങ്ങനെ ഏത് പടമാണ് ഇവിടെ ഉള്ളത്? ഒരു പടം ഒരു റിവ്യൂവർ റിവ്യൂ പറഞ്ഞ് ഫ്ലോപ്പാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ പടം പൊട്ടിപ്പോയി ഏത് പടമുള്ളത്? ഒരു പടമില്ല. നല്ല സിനിമയാണെങ്കിൽ ആൾക്കാർ നല്ല രീതിക്ക് തന്നെ കാണും. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മോനാണ്. സുരേഷ് ഗോപിയുടെ മോൻ അഭിനയിച്ചു. എന്നിട്ട് അപ്പന ആനപ്പുറത്തിരുന്നുണ്ട് എന്ന് വെച്ചിട്ട് അതിൻ്റെ തഴമ്പൊന്നും ഇവൻ്റെ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഇവൻ സുരേഷ് ഗോപിയുടെ മോൻ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പടം ഹിറ്റാവും എന്നുള്ളൊരു വിശ്വാസം, ആ വിശ്വാസമൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ താഴെ വീഴും. മൂപ്പരാൾ അഭിനയിച്ചിട്ടുള്ള ആദ്യത്തെ പടത്തിൽ തന്നെ മൂപ്പരാൾ കഴിവ് തെളിയിച്ചു, അഭിനയിക്കാൻ കൊള്ളൂലെന്ന്. രണ്ടാമത് സുരേഷ് ഗോപിയുടെ ഒപ്പം ഒരു പടത്തിൽ അഭിനയിച്ചു. ആ പടത്തിലും അങ്ങേരെ മോശമാണെന്ന് അങ്ങേരുടെ അച്ഛനായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ പറഞ്ഞു.
സുരേഷ് ഗോപി പറഞ്ഞു ഇവൻ ഒരു സീനിൽ സുരേഷ് ഗോപിയുടെ ഒപ്പമുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ഇവൻ്റെ കണ്ണ് അങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. അമ്മാതിരി ട്രോള് കിട്ടിയ പടമാണത്. അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനെ ഒരു പടം വരുന്നത്. എടാ മോനെ, നിനക്ക് കഴിവുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ട് മുന്നോട്ട് പോവാ. അല്ലാതെ ഒരു പടം അഭിനയിക്കാൻ അറിയാണ്ട് ആ പടം കൊണ്ട് നശിപ്പിച്ചിട്ട് പിന്നെ അത് റിവ്യൂവർമാരുടെ തലയിലേക്ക് ഇട്ട് വെച്ചിട്ട് ഞങ്ങളുടെ രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി അങ്ങോട്ട് പോവല്ലേ. വെറുതെ കിടന്ന് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. സൈബറുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പൊ അവര് പറഞ്ഞത് ഇതിലൊരു ശരിയാവണ്ണം അവർക്ക് കേസെടുക്കാനുള്ളൊരു റൈറ്റ് അതിലില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. ശരിയാണ്, ഇതിൽ എനിക്ക് സിവിൽ ലയബിലിറ്റി ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടം എനിക്കാണ് ഉണ്ടായത്. അപ്പോ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് CM-ന് പരാതി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെന്നും പറഞ്ഞിട്ടാണ് ഇവൻ പരാതി കൊടുക്കാൻ പോണത്? എൻ്റെ പടം മോശമാണെന്ന് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ കോക്കണ്ണനും എതിരെ മാത്രമല്ല അത്രയും പേര് ആ സിനിമ കണ്ടിറങ്ങണ ഒരാൾ നല്ല അഭിപ്രായം പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പബ്ലിക് റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. കേസ് ഫയൽ ചെയ്യുന്നത് സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കോർട്ട് ഫീസ് അടച്ചുകൊണ്ട് സിവിൽ കേസ് തന്നെയാണ് ഫയൽ ചെയ്യുന്നത്. കാരണം ഇനി ഒരാളിനും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. കാര്യം ഇപ്പോ 4.5 കോടി രൂപ മുടക്കിയതിന് ശേഷം എടാ, ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇത്തരത്തിൽ ഇനിയൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യം ഈ യൂട്യൂബറിൻ്റെ മേത്ത് പഴിചാരലല്ല. ഞാൻ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സ്വന്തമായിട്ട് കണ്ടറിയുന്നിടത്താണ് നമുക്ക് ആ തെറ്റ് തിരുത്താൻ സാധിക്കുള്ളൂ. അല്ലാതെ വല്ലവരുടെ മേത്ത് പഴി ചാരിയതുകൊണ്ട് ഈ ഒരു തെറ്റ് നിൻ്റെ ഒരിക്കലും തിരുത്താൻ പോണില്ല, തിരുത്തപ്പെടാനും പോണില്ല. നീ ഈ പടം അഭിനയിക്കാൻ അറിയാവുന്ന വല്ലവരുടെ കയ്യിൽ കൊടുത്തിട്ട് ആ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ വെടിപ്പായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ വെച്ചിട്ട് അഭിനയിപ്പിച്ച് സിനിമ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ സിനിമ ഹിറ്റായേനെ. ഈ കോർട്ട് ഫീസോട് അടച്ച് ഈ സിനിമ വൈൻഡപ്പ് ചെയ്യുന്നതിലാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ അണ്ണനിപ്പോൾ ഇതിൻ്റെ പേരിൽ കേസെടുക്കാൻ പോയി നിൽക്കാം. ഇതിനകത്ത് ഒരു സത്യാവസ്ഥ ഇല്ല, അണ്ണൻ്റെ കയ്യിലൊരു പ്രൂഫില്ല, ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ഞാനൊരു പറഞ്ഞേട്ടെ, ഇപ്പോൾ 2.5 ലക്ഷം രൂപ വ്യൂവർഷിപ്പ് ഉണ്ടെന്നാണ് പണ്ണം പറഞ്ഞത്. ഈ 2.5 ലക്ഷം വ്യൂവർഷിപ്പുള്ള ഒരു യൂട്യൂബറുടെ അടുത്ത് പോയിട്ട് അണ്ണന് യൂട്യൂബേഴ്സിൻ്റെ വരുമാനത്തെ പറ്റി കൃത്യമായിട്ടൊരു ബോധമില്ലാന്ന് തോന്നുന്നു. ഈ 2.5 ലക്ഷം വ്യൂവർഷിപ്പുള്ള അണ്ണൻ്റെ അടുത്ത് പോയിട്ട് 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് മാറ്റി പറയാനായിട്ട്, അതായത് സംഗതി സിനിമ കോക്കണ്ണൻ കണ്ടതിന് ശേഷം ഇത് പോസിറ്റീവ് ആക്കിയിട്ട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ കോക്കണ്ണൻ എന്ന് പറയുന്ന റിവ്യൂവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫുണ്ട്. അത് ഈ മാട്ടപ്പടം കണ്ടിട്ട് ഈ ഒരു മാട്ടപ്പടത്തിന് പോസിറ്റീവ് ഇട്ടിട്ട് ആ ഗ്രാഫ് താഴ്ത്താൻ അണ്ണൻ കൂട്ടുനിൽക്കൂ. പിന്നെ വേറൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ മേടിച്ചിട്ട് അണ്ണൻ ഇനി വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിക്കുക. ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് അണ്ണൻ വീഡിയോ ചെയ്യുന്നില്ല, പോസിറ്റീവും പറയുന്നില്ല നെഗറ്റീവും പറയുന്നില്ല, വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എന്നാലും അണ്ണന് ഈ 1 ലക്ഷം രൂപയ്ക്ക് അണ്ണൻ ആ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ കിട്ടാവുന്ന പൈസ ഇതിനെക്കാട്ടും കൂടുതലല്ലേ? മിസ്റ്റർ അനിൽകുമാർ, നിങ്ങൾ ഒരു 10 ലക്ഷമെന്നോ ഒരു 15 ലക്ഷമെന്നോ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് വിശ്വസിച്ച് പോയേനെ. ഇപ്പോൾ 15 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ ഒരു 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, ഞാൻ ഈ ഒരു റിവ്യൂ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോക്കണ്ണൻ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു, എന്നിട്ട് അതിനായിട്ടുള്ള രേഖകൾ ഇത് കാണിച്ചിരുന്നെങ്കിൽ നമ്മളത് വിശ്വസിച്ച് പോയേനെ. ഇതിപ്പോൾ നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഈ ഒരു സംഭവം വെച്ചിട്ട് ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കാവുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പടച്ചു വിടുന്നത്. നിങ്ങൾ പടം ഫ്ലോപ്പായതിൻ്റെ ആവലാതിയൊക്കെയും കൊണ്ട് വായ തോന്നിയത് ഇങ്ങനെ കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രസ് മീറ്റ് അങ്ങോട്ട് വിളിച്ചിട്ട് അങ്ങോട്ട് തള്ളുകയാണ്. എന്നിട്ട് വീണ്ടും ഈ പടം ഇറക്കാനുള്ള നിങ്ങളുടെ ഒരു മാസ്റ്റർ പ്ലാൻ, അതിനൊരു പഴി ചാരുന്നത് യൂട്യൂബറുടെ മേലാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു പോസ്റ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവര് എനിക്ക് ഇത്ര കിട്ടിയില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയും എന്ന് പറയുന്നത് അത് എന്തിനാണ് ഇവർ ഇങ്ങനെ പറയുന്നത്? അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ആൾ വഴിയാണ് പേയ്മെന്റ് ഒക്കെ ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമുക്ക് ഒരു തെളിവ് കൊടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. തെളിവുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. തെളിവില്ലാത്തൊരു സംഭവത്തിന് എങ്ങനെ ഇയാൾ തെളിവ് കൊടുക്കും? ഒരിക്കലും തെളിവ് കൊടുക്കാൻ പറ്റൂല. എന്നിട്ട് ഇടുന്ന മെഴുകുക, അത്രേ ഉള്ളൂ. ഈ പടം അവർക്ക് 2ാമത് ഇറക്കണം.
അതിന് വേണ്ടിയിട്ട് കിട്ടുന്ന മെഴുകാണ്. നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റും. എനിക്ക് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കിയതിന് തെളിവ് കൊടുക്കാൻ പറ്റും. അത് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാക്കിയതിന് തെളിവ് കൊടുക്കല് എങ്ങനെയാണ് കോക്കണ്ണനെതിരായിട്ട് വരിക? ഇതെല്ലാം ഇത് ഓക്കെ. അപ്പം അത് ഞാനിവിടെ പറയുകയാണ്. എന്റെ മൂവി ഞാൻ റിലീസ് ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ക്ലൈമാക്സ് മാറ്റിക്കൊണ്ട്, അതായത് ഇതിന്റെ ക്യാരക്ടർ ഒക്കെ റിവീൽ ചെയ്തല്ലോ. അപ്പൊ അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ട് നമ്മളിത് റിലീസ് ചെയ്യുന്നതിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 8-ാം തീയതി റിലീസ് ചെയ്ത മൂവി 13-ാം തീയതി നമ്മള് തിരിച്ച് നമ്മള് പിന്നെ ഷോ നിർത്തി. നമ്മള് 8-ാം തീയതി റിലീസ് ചെയ്ത പടം 13-ാം തീയതി പടം അവസാനിപ്പിച്ചു, നിർത്തി. അപ്പം അത്രയ്ക്ക് ഗുണമുള്ള ഒരു മൂവിയാണ് ഈ കോക്കണ്ണൻ്റെ. ഒരു ഒറ്റ റിവ്യൂ ഉണ്ട്. ഞാൻ ചോദിക്കണേ, ഈ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ തന്നെ പറയണു 2.5 ലക്ഷം വ്യൂവർഷിപ്പ് ഉള്ള ആളാണ്. ഈ 2.5 ലക്ഷം പേരേ ഉള്ളൂ ഈ കേരളത്തിൽ. ഒരു സിനിമ ഹിറ്റാവാൻ ഈ 2.5 ലക്ഷം പേര് ആണോ വിചാരിക്കേണ്ടത്? ഈ 2.5 ലക്ഷം പേരുകൊണ്ടാണോ ഒരു പടം ഹിറ്റാവുന്നതും ഫ്ലോപ്പ് ആവുന്നതും? എന്തെന്നാണ് മണ്ടത്തരങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ ഓടിക്കണ്ട എന്ന് തീരുമാനം എടുക്കുകയാണ്. ഒരു ലേശം ഉളുപ്പ്, ലേശം എന്താ പറയുക ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി തള്ളല് വന്നിരുന്നിട്ട് പറയാം. ഞാൻ ആദ്യം ചെയ്തിട്ടുള്ള പടത്തിനകത്ത് ചെറിയ പാളിച്ചകളൊക്കെ വന്നു. അതുകൊണ്ട് ഇത് ചെറിയ രീതിയിൽ ഇതിൻ്റെ ക്ലൈമാക്സ് റീഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും ഇറക്കാണ്, അങ്ങനെ പറഞ്ഞു പോയിരുന്നെങ്കിൽ ഇത് വല്ലോൻ്റെ മേത്തേക്ക് പഴിയും ചാരിയിട്ട് എന്തൊക്കെ കാണണൻ്റെ. ഞാൻ പറഞ്ഞ ഷാജിൻ സക്രിയയ്ക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാധവ് സുരേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. സ്ക്രിപ്റ്റിൽ തന്നെ ഈ മാറ്റം പറ്റിക്കൊണ്ടിരുന്നു. ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്ന സ്ക്രിപ്റ്റും നമ്മൾ ഷൂട്ടിങ്ങിന് അഗ്രി ചെയ്ത സ്ക്രിപ്റ്റും 2 കംപ്ലീറ്റ്ലി ഡിഫറെന്റ് തിങ്സ്. അതെങ്ങനെ? ഫസ്റ്റ് അവൻ്റെ അടുത്ത് പറഞ്ഞ സ്ക്രിപ്റ്റും രണ്ടാമത് ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കൊണ്ടുവന്ന സ്ക്രിപ്റ്റും തമ്മിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇവർക്ക് തന്നെ സ്ക്രിപ്റ്റിലൊരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു സ്ക്രിപ്റ്റും പൊക്കി പിടിച്ചിട്ടാണ് ഇയാൾ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാധവ് സുരേഷ് പറഞ്ഞത് ഒന്ന് കേൾക്കാം. ആള് ഇതിനെ വേറെ രീതിയിലേക്കൊക്കെ കൊണ്ടുപോവാണ്, പൊളിറ്റിക്കൽ പരമായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കരുത് ഒരിക്കലും. നല്ല സിനിമയോട് ജനം ഒരിക്കലും മുഖം തിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും എനിക്ക് കിട്ടുന്ന ഒരു ഹേറ്റ്? അതായത് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ഒരു വലിയ പെർഫോമർ ആണെന്നോ ഒരു വലിയ നടനാണെന്നൊന്നും ഇതുവരെ ആരുടെ പറഞ്ഞിട്ടില്ല. പറയണ്ട. ഇവൻ എന്തിനാണ് പറയുന്നത് ഞാൻ നല്ലൊരു പെർഫോമർ ആണെന്ന് പറയുന്നത്? ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അയറി പോവുള്ളൂ. അല്ല, ഇവൻ്റെ സിനിമ കണ്ട ഒരാളും ഇവനെ നല്ലത് അഭിപ്രായം പറയില്ല. അമ്മാതിരിയുള്ള അഭിനയമാണ് അവൻ അതിനകത്ത് കാഴ്ചവെക്കുന്നത്. എടാ മോനെ, കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് സമ്മതിക്കണം. അല്ലെങ്കിൽ നീ നല്ല രീതിയിൽ അഭിനയം പഠിച്ചിട്ട് വായോ, പഠിച്ചിട്ട് വന്നിട്ട് അഭിനയിക്കുക. അപ്പോൾ ആൾക്കാർ, ജനം കൈയടിക്കും. ഇന്ന് ഹെയ്റ്റ് ചെയ്ത എല്ലാവരും നിനക്ക് നേരെ കൈയടിക്കും. ഒന്ന് പഠിച്ച് എന്റെ പണി ചെയ്തു പോകാൻ നോക്കുന്ന ഒരാളാണ്. എന്റെ സിനിമയെ പോലും പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളത് എവിടെ നിന്നാ വരുന്നതാണ്. രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ പേഴ്സണലായിട്ടോ ഒക്കെ ആയിരിക്കും. അത് എന്നെ പറയുമ്പോഴത്തേക്കും എന്റെ ജോലിയെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്. ഇതേപോലെ സ്വന്തം കാശ് മുടക്കി ഒരു സിനിമ എടുത്ത പ്രൊഡ്യൂസറിനെയും അദ്ദേഹം വേറെ ആളെ പറ്റി പറയാനാണെങ്കിൽ ഇതിന്റെ ഡയറക്ടർ ഓൾമോസ്റ്റ് 3-4 years ഓഫ് ഹിസ് ലൈഫ് ഈ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടി 4 വർഷം ഈ സ്ക്രിപ്റ്റിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു റൈറ്റർ. ആ റൈറ്ററാണ് ഇവൻ്റെ അടുത്ത് വന്നിട്ട് ഇവൻ്റെ ഒരു അഭിപ്രായം കേട്ടതിന് ശേഷം വീണ്ടും സ്ക്രിപ്റ്റ് മാറ്റി എഴുതിയത്. ലാസ്റ്റ് ഇവൻ തന്നെ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് ആദ്യം പറയുമ്പോഴുള്ള കഥയായിരുന്നില്ല, ഷൂട്ടിന് വരുമ്പോൾ ഉണ്ടായിരുന്ന കഥ. 4 വർഷം എഴുതിയ കഥയൊക്കെ മാറ്റി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോൺഫിഡൻസ് അതിനകത്തുള്ളത്? അത്രയും കഷ്ടപ്പെട്ട് എക്സിക്യൂട്ട് ചെയ്ത് കൊടുത്തു. സിനിമ ഇറങ്ങിയ അതിന്റെ അടുത്ത ദിവസം തന്നെ കാണാത്ത ഒരു റിവ്യൂ ഇടുന്നു. ഇൻ എവറി വേ അവരോടത് ഫെയർ ആണ്. ഇതിൽ കൂടുതൽ സത്യം പറഞ്ഞ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. പൊളിറ്റിക്കലി, അതായത് എന്നെ ഒരു പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ, അതായത് എന്റെ അച്ഛൻ ഇപ്പൊ ഒരു മിനിസ്റ്റർ ആയിരിക്കുന്ന അതേ പാർട്ടിയായിട്ട് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഒരു ഇഷ്ടം കൂടുതലില്ല. എനിക്ക് നിന്റെ ഇഷ്ടം, നിന്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഇഷ്ടം നോക്കിയിട്ടല്ല എൻ്റെ പൊന്നു മോനെ നിന്റെ സിനിമ കാണാൻ വരുന്നത്. വ്യക്തികൾ ഏത് പാർട്ടിയിൽ വന്നാലും അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ ആർക്ക് വേണം എന്റെ സപ്പോർട്ട്? എന്റെ രാജ്യമാണ്. എനിക്കപ്പോ വേറെ പൊളിറ്റിക്കലി നോക്കേണ്ട ആവശ്യമില്ല ഏത് പാർട്ടിയാണ് വരുന്നതെന്ന്. മേ ബി ഇന്റേണൽ പൊളിറ്റിക്സ് ദേ മൈറ്റ് ഹാവ് റീസൺസ്. പാർട്ടി വന്നാലേ നല്ലതാവും എന്നൊക്കെ പറയാൻ അവർക്ക് പല കാരണങ്ങളും കാണും.
ഞാനൊരു സാധാരണ പൗരന്, എനിക്ക് എന്റെ നാട് നന്നായാൽ മതി, ഇത്രേ ഉള്ളൂ. സോ അങ്ങനെയുള്ള എനിക്കെതിരെ വരെ പൊളിറ്റിക്കലി ഇങ്ങനെ വരുമ്പോഴത്തേക്കും again I can understand അച്ഛനെ ടാർഗറ്റ് ചെയ്ത് വരുന്നതാവാം, പക്ഷെ അതിപ്പോ എന്റെ കരിയറിനെ എഫക്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഒന്ന് പോയടാർന്ന്. ഇവന് എന്ത് കരിയറാണ് ഇവൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്? ഇവനെന്ത് തേങ്ങ കരിയറാണ് അവനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല ഇവൻ ഒരു കരിയർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്ന്. ഇവൻ കൊണ്ടുവരുന്ന കരിയറിൻ്റെ ബിൽഡ് ചെയ്തിട്ടുള്ള അങ്കമട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. അങ്കമട്ടഹാസ്യം. പിന്നെ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനൊരു ഗുണ്ടയാണ്, എന്നിട്ട് ഞാനൊരു ഗുണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ഇവൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇവൻ്റെ കരിയർ ബിൽഡ് ചെയ്യുന്നതല്ല ചെയ്യുന്നത്. ഇപ്പം സുരേഷ് ഗോപിയുടെ ഒരു ഹെയ്റ്റ് കൊണ്ട് ഇവൻ്റെ കരിയർ താഴ്ന്നു പോവുകയാണെന്ന്. എടാ മോനെ, സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം പിടിച്ചിട്ടുള്ള പടങ്ങളാണ് ഈ പാപ്പനൊക്കെ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയിട്ടുള്ള മൂവിയാണ്. അപ്പോൾ ഇപ്പം അവസാനം ഇറങ്ങി ഗരുഡൻ, അതിലൊന്നും സുരേഷ് ഗോപിക്ക് എതിരായിട്ട് ഒരാളിവിടെ കൂക്കിയിട്ടില്ല. കഴിവുള്ളവനെ പ്രോത്സാഹിപ്പിക്കുന്ന നാടാണ് കേരളം. അല്ലാതെ കഴിവില്ലാത്തവനെ ഇരുന്ന് മെഴുകണവനൊന്നും ഇവിടെ ഇട്ടിട്ട് ആരും പ്രോത്സാഹിപ്പിക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഉണ്ടാവില്ല. ഒന്നാമത് നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് ഹെയ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള കാരണം എവിടെ നിന്നാണെന്ന് നീ ആദ്യം ഒന്ന് സ്വയം വിലയിരുത്തുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് അതിനെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ നോക്ക്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്ക്. അല്ലാതെ എൻ്റെ അപ്പനുണ്ടായിരുന്ന ഹെയ്റ്റേഴ്സ് മൂലം ഞാൻ എൻ്റെ കരിയർ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാതിരി അപരാധം പിടിച്ച വർത്താനമാണ് കേട്ടോ അതൊക്കെ. അപ്പൻ്റെ ചിലവിലാണ് നീ ഈ ഒരു രംഗത്തേക്ക് വന്നതെന്ന് നീ മറക്കരുത് ഒരിക്കലും. ഈ അപ്പൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കരിയറുണ്ട്, അതിൽ ചവിട്ടിയിട്ട് മാത്രമാണ് നീ വരുന്നത്. അല്ലാതെ നിൻ്റെ ഒരു കഴിവും ഒരു മണ്ണാങ്കട്ടിയും കണ്ടിട്ടല്ല ഇതിനകത്ത് നീ ബിൽഡായി വരുന്നത്. ഇപ്പം നിൻ്റെ തന്നെ അല്ലേ അനിയനല്ല, നിൻ്റെ തന്നെ ഒരു ചേട്ടനുണ്ടല്ലോ, അവനെന്താ പ്രശ്നം? അവന് ഫസ്റ്റ് മൂവിയിൽ അങ്ങോട്ട് ഒരു ഹെയ്റ്റേഴ്സ് വന്നു, പക്ഷേ അവൻ നന്നായി അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ അവനിലുള്ള ഹെയ്റ്റിങ് കുറഞ്ഞു. പാപ്പനിലെന്ത് വൃത്തിക്ക് അവൻ അഭിനയിച്ച് വെച്ചേക്കുന്നത്? അപ്പോൾ നീ ആദ്യം അഭിനയം പഠിക്കുക, എന്നിട്ട് അഭിനയിച്ച് കാണിക്കുക, അപ്പം ജനം കൈയടിക്കും. ആരോട് എന്ത് പറയണമെന്ന് ഒരു അറിയത്തില്ല. ഐ എം ജസ്റ്റ് ഓപ്പണിംഗ് അപ്പ് നിങ്ങളോടും പ്രേക്ഷകനോടും. എന്താണ് ഇതിൽ എനിക്കൊരു പോംവഴി എന്ന് ചോദിച്ചു. ഞാൻ ഓണസ്റ്റായിട്ട് എൻ്റെ ഒരു ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിച്ചോ നോക്കുന്ന ഒരാളാണ്. സോ ഇതാണ് അവൻ്റെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പ്രൊഡ്യൂസറുടെ കാശ് കൊണ്ട് കളയലാണോ നിന്റെ ഈ ജോലി? 1 ലക്ഷം രൂപ വാങ്ങി പോസിറ്റീവ് റിവ്യൂ പറയുന്നത് 12 ലക്ഷമാണ് പുള്ളിയുടെ ലേറ്റസ്റ്റ് മൂവി. പക്ഷേ മിക്സഡ് റിവ്യൂ വന്ന ഒരു വലിയ പടത്തിന് പുള്ളി 12 ലക്ഷം രൂപയാണ് വാങ്ങിച്ചത്. അത് ട്വിറ്റർ ഈ പറഞ്ഞ യൂട്യൂബേഴ്സ് എല്ലാവർക്കും കൂടി 2.5 കോടി രൂപയാണ് പ്രൊഡ്യൂസറിന്. പക്ഷേ എന്നോട് അവിടെ എന്തോ പറഞ്ഞല്ലോ, 12 ലക്ഷം രൂപ കോക്കണ്ണൻ ആവശ്യപ്പെടാറുണ്ട് ഒരു സിനിമയ്ക്ക്. ഏതൊരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇവൻ്റെ കിളി പാറിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് അതിനകത്ത്. അതെന്താണെന്ന് അറിയില്ല. 2.5 കോടി രൂപ എല്ലാ യൂട്യൂബേഴ്സിനും കൂടി കൊടുത്തു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്ന പ്രമോഷന് വേണ്ടിയിട്ട് ചോദിക്കുന്നതായിരിക്കും പടത്തിൻ്റെ, അല്ലാണ്ട് റിവ്യൂ മാറ്റി പറയാനൊന്നും പൈസ മേടിച്ച് പറയുന്ന എനിക്ക് തോന്നുന്നില്ല. പ്രമോഷന് വേണ്ടി ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പോൾ പടം ഇറങ്ങുന്നതിന് മുമ്പ് ചെയ്യുന്നുണ്ട്. ആവശ്യപ്പെട്ടത് വേറൊരാൾ മുഖാന്തരം എന്നോട് ആവശ്യപ്പെട്ടത് ആയിരിക്കാം. എന്നോട് ആവശ്യപ്പെട്ട എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. വേറൊരാൾ മുഖാന്തരമാണ് ഇവൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അല്ലാതെ ഇവൻ്റെ അടുത്ത് നേരിട്ടിട്ട് കോക്കണ്ണൻ ചോദിച്ചിട്ടില്ല. ഈ മൂവി അറിയാലോ, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു സിനിമ നമ്മൾ റിലീസ് ചെയ്ത് ആദ്യത്തെ ഷോ കഴിഞ്ഞ് കുറച്ച് യൂട്യൂബേഴ്സ്, നമ്മളെല്ലാവരും പറയുന്നില്ല, കുറച്ച് യൂട്യൂബേഴ്സ് ഇതിൻ്റെ കഥ അങ്ങ് പറയുകയാണ്, മൂവിയുടെ കഥ വെളിപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് നെഗറ്റീവ് കമൻസ് പറയാം, പോസിറ്റീവ് കമൻസ് പറയാം, ഒരിക്കലും കഥ പറയാൻ പാടില്ല. ഇവനെന്ത് മാറ്റി പറയണം? ഇവൻ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ പടം ഫ്ലോപ്പായത്. ഇപ്പോൾ പറയണു ഇവൻ്റെ കഥ പുറത്ത് പറഞ്ഞു. നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ ഒരു കഥ പുറത്ത് പോയതിൻ്റെ പേരിലാണ് പടം ഫ്ലോപ്പായതെന്ന്. ഞാൻ മിക്ക സിനിമകളുടെ റിവ്യൂ ഇടുന്ന ഒരാളാണ്. അത് അത്രയും മോശപ്പെട്ട സിനിമകളാണെങ്കിൽ ഞാൻ റിവ്യൂ ഇടാറില്ല. ഇപ്പോൾ ഈ അംഗം അട്ടഹാസം എന്ന് പറഞ്ഞ മൂവിക്ക് ഞാൻ റിവ്യൂ ഇട്ടില്ല.
ഇടേണ്ട കാര്യമില്ല അതിനകത്ത്. നമ്മൾ എന്തിനാണ് വെറുതെ ഒരു സിനിമയെ മോശം പറയുന്നത്? മോശം പറയുന്നത് പറഞ്ഞാൽ അത് അത്രയും ആൾക്കാരുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ആ മോശമായിട്ടുള്ള സിനിമേനെ നല്ലത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മളത് പറയാണ്ടിരുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അതെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പോൾ റിവ്യൂ പറയുന്നവരുടെ ജോലി എന്താ? റിവ്യൂ പറയലാണ്. അവരത് ചെയ്യും. പിന്നെ നെഗറ്റീവ് പറഞ്ഞു പോസിറ്റീവ് പറഞ്ഞു എന്നുള്ളതല്ല. ഈ ഒരു പടം ഹിറ്റാവണമെങ്കിൽ ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ കഥ പുറത്ത് പോയതുകൊണ്ട്, കഥ പുറത്ത് പറയാതിരുന്നത് കൊണ്ടോ ഒന്നും ആ പടം ഫ്ലോപ്പ് ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. സേതുരാമയ്യർ CBI ആ പടത്തിൻ്റെ ആദ്യത്തെ ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോയും കഴിഞ്ഞതോടുകൂടിയിട്ട് അതിൻ്റെ വില്ലൻ ആരാണ്, അതിൻ്റെ സസ്പെൻസ് എന്താണെന്നുള്ളത് പുറത്തു വന്നു. ജഗദീഷാണ് വില്ലൻ എന്നുള്ളത് എല്ലാ പൊട്ടന്മാർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ആ പടം തിയേറ്ററിൽ പോയിട്ട് കാണാൻ അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. ജഗദീഷാണ് വില്ലൻ എന്ന് അറിഞ്ഞിട്ടടക്കം ആ പടത്തിന് തിരക്കുണ്ട്. ദൃശ്യത്തിൻ്റെ സസ്പെൻസൊക്കെ 3-ാമത്തെ ദിവസം തന്നെ പുറത്തോട്ടായി. എന്നിട്ടും ആ പടം തിയേറ്ററിൽ ഹിറ്റായില്ലേ. വാഴയിലൊക്കെ ആ അവസാനത്തെ സീൻസൊക്കെ യൂട്യൂബിൽ വൈറലായിരുന്നു. സിനിമ ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെയാണ് ആ ക്യാമറയിലൊക്കെ പിടിച്ചിട്ട് ആൾക്കാർ യൂട്യൂബിലിട്ടിരുന്നത്. എന്നിട്ട് ആ പടത്തിൽ നിന്ന് കാണാൻ ആൾക്കാരുണ്ടായില്ലേ. ലോകയിൽ ടോവിനോ എന്നിട്ടുള്ളതും മറ്റേ ദുൽഖറിൻ്റെയും ക്യാരക്ടറൊക്കെ റിലീവ് ചെയ്തിട്ടുള്ള വീഡിയോസ് അടക്കം യൂട്യൂബിൽ വൈറലായിരുന്നു. ആ പിള്ളേർ വീഡിയോ പിടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് യൂട്യൂബിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ പടം എന്താ ഹിറ്റായില്ലേ? എടാ, ഒരു പടം ഹിറ്റ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് എടുത്ത് പുറത്തേക്ക് ഇട്ടതുകൊണ്ടോ, എന്നിട്ട് പറയുക അതിൻ്റെ കഥ എടുത്ത് പുറത്ത് വെളിയിലിട്ടതുകൊണ്ടോ, അല്ലെങ്കിൽ പടത്തിൻ്റെ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. പടം ഹിറ്റ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ നടൻ നന്നായിട്ട് അഭിനയിക്കണം. നല്ലൊരു സ്ക്രിപ്റ്റുള്ള തിരക്കഥ ഉണ്ടാവണം. നല്ലൊരു പ്രൊഡക്ഷൻ ആയിരിക്കണം. ആ നല്ല രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ 4-4.5 വർഷം എടുത്തിട്ട് ഒരു പടത്തിൻ്റെ കഥ എഴുതിയിട്ട് ആ കഥ കൊണ്ടുപോയിട്ട് ഇവൻ്റെ അടുത്ത് പോയി ഇവനത് മാറ്റാൻ പറഞ്ഞപ്പോൾ അത് ആ കഥ മാറ്റിയിട്ട് പിന്നെയും സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയതിന് ശേഷം അപ്പോഴും അവർക്ക് മനസ്സിലായിട്ടില്ല അവരുടെ കഥയിലുള്ള മിസ്റ്റേക്കാണെന്നുള്ളത്. ഇപ്പോൾ കോക്കണ്ണൻ മാത്രമാണോ ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത്? അല്ല, ഞാൻ റിവ്യൂ എടുത്ത് കണ്ടുനോക്കി. ഒരൊറ്റ റിവ്യൂ പോലും നല്ലത് പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്കിലായാലും പറഞ്ഞിട്ടില്ല, ഇൻസ്റ്റഗ്രാമിലായാലും പറഞ്ഞിട്ടില്ല, യൂട്യൂബിലായാലും പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് എല്ലാവരും ഒത്തൊരുമയോട് കൂടിയിട്ടൊരു പടം പൊട്ടയാന്ന് പറയൂ? എടാ, പടത്തിനകത്തൊന്നുമില്ല. അത് ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ. അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ കിടന്നിട്ട് താളം ചവിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ കോക്കണ്ണൻ്റെ അടുത്ത് ഇയാൾ 1 ലക്ഷം രൂപ കൊടുക്കുക, 1 ലക്ഷം രൂപ കോക്കണ്ണൻ ഇയാളുടെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞത് കള്ളത്തരാണെന്ന് പൊളിഞ്ഞു തന്നില്ലേ? ഇപ്പോൾ ഇവൻ തന്നെ പറഞ്ഞ് ഇവൻ്റെ കഥ നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, പോസിറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, കഥ പുറത്ത് പോകരുതെന്ന്. പക്ഷെ കഥ പുറത്ത് പോയിട്ടും ഹിറ്റായിട്ടുള്ള ചരിത്രമുണ്ട് നമ്മുടെ കേരളത്തിന്. എത്ര കഥ എടുത്ത് പുറത്തേക്ക് ഇട്ടാലും പഴശ്ശിരാജയുടെ ഒക്കെ കഥ എല്ലാവർക്കും മനപ്പാടാണ്. എന്നിട്ടും ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് അത്രയും ജനത്തിരക്കുണ്ടായിരുന്നില്ല ഇവിടെ തിയേറ്ററിൽ. പിന്നെ എന്തിനാണ് ഇവനിങ്ങനെയൊക്കെ അപരാധം പറഞ്ഞ് പറയാം? അവൻ്റെ കഥ കൊള്ളൂല, അവൻ്റെ സിനിമ കൊള്ളൂല, എന്നാലും തെറ്റുമല്ലോ അവരുടെ മേത്ത്. ഇതിങ്ങനെ കിടന്നും മെഴുകുക. എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല. ഞാൻ നല്ല രീതിക്ക് പടം എടുത്തു, പക്ഷെ തിയേറ്ററുകാർ പടം എടുത്ത് പുറത്തേക്ക് ഇട്ടു. ക്ലൈമാക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളൊരു ക്യാരക്ടറെ റിവീൽ ചെയ്യുന്നത് ലാസ്റ്റ് മൊമെന്റിലായിരിക്കും. അപ്പോൾ അത് ആദ്യമേ തന്നെ ഒരു ഷോ കഴിഞ്ഞ് പറഞ്ഞാൽ അവർ വന്നിട്ട് ഇന്ന ക്യാരക്ടർ ഇന്നതാണ് ചെയ്യുന്നത് എന്ന് പറയുകയും അത്തരത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കും അറിയാം. നല്ല പടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടാ, അതൊന്നൊരു വിഷയമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സേതുരാമയ്യറിൻ്റെ ഒക്കെ ഒരു സംഭവം, ഒരു സർപ്രൈസ് ക്യാരക്ടറുകളൊക്കെ വരുന്നുണ്ടെങ്കിലും കൂടി അതൊന്നൊരു വിഷയമല്ല ഒരു പടം വിജയിക്കാനായിട്ട്. പടം നല്ലതാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, വാഴ 2 എക്സാമ്പിൾ എടുക്കണം. ഇപ്പം ഈ അടുത്തിറങ്ങിയ വാഴ 2 അവസാനം വരുന്ന ക്യാരക്ടറുകളുണ്ട്, ഹാഷിറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന ക്യാരക്ടറുകൾ. ആ ക്യാരക്ടറുകൾ വാഴ 1-ത്തെ ആൾക്കാർ വരുന്ന സീൻസൊക്കെ നമ്മളെ യൂട്യൂബിൽ വൈറലായിരുന്നു. പടം ഇറങ്ങിയ സമയത്ത്, പടം ഇറങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തൊട്ടിട്ട് ആ സാധനം യൂട്യൂബിലുണ്ട്. അതൊന്നും ആരും എടുത്ത് കളയാനും പോയിട്ടില്ല. പക്ഷേ ആ പടം ഫ്ലോപ്പായില്ല. എങ്ങനെ ഫ്ലോപ്പാവും?
പടം നല്ലതാണ്, അത്യാവശ്യം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കുകയാണ്. എന്താ കാരണം, അതിനകത്ത് അഭിനയിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ അതിൻ്റെ കഥയും അതിൻ്റെ എല്ലാം കൊള്ളാം. ആ പടം നല്ലൊരു പടമാണ്, മികച്ചൊരു സിനിമയായതുകൊണ്ട് ആൾക്കാർ ആ ഒരു സർപ്രൈസ് സസ്പെൻസ് ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാലും അത് കുഴപ്പമില്ല, ഞാൻ തിയേറ്ററിൽ പോയി കാണാമെന്ന് അങ്ങനെ പറഞ്ഞ് കാണാനുള്ള ഒരു വോയിസ് ജനങ്ങളുടെ അടുത്തുനിന്ന് നമുക്ക് കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം, ആ പടം നല്ലൊരു സിനിമയാണെന്ന് മൗത്ത് പബ്ലിസിറ്റി വരണം. അതല്ലാതെ നിങ്ങളെ ഈ തേങ്ങാക്കൊല പടം എടുത്ത് വെച്ചിട്ട് എൻ്റെ സസ്പെൻസ് പുറത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പടം തോറ്റെന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലേ. സ്വാഭാവികമായിട്ടും പിന്നെ ആ സിനിമ കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കുറയും. സ്വാഭാവികമായിട്ടും 150 രൂപ കൊടുത്ത് ഒരാൾ ഒരു ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് 150 രൂപയുടെ സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലേ? തീർച്ചയായിട്ടും കിട്ടിയേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇതിലെ കഥ നമുക്കറിയാം, അതിലെ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നത് നമുക്കറിയാം. അത്തരത്തിൽ ഒരിക്കലും 150 രൂപ ഞാനാണെങ്കിലും കൊടുക്കും. എന്തായി ആള് കൊടുക്കൂല എന്ന് ആള് പറയുന്നു, അത് ആളുടെ ഒരു ക്യാരക്ടർ. പടം നല്ലതാണെങ്കിൽ ആര് ഇതുണ്ടാക്കിയാലും സിനിമ കാണാൻ ആൾക്കാരുണ്ടാവും. അത് പടം ഫ്ലോപ്പാണെങ്കിൽ, അതിപ്പോൾ മോഹൻലാലിൻ്റെ പടമാണെങ്കിലും ശരി, മമ്മൂട്ടിയുടെ പടമാണെങ്കിലും ശരി, പടം ഫ്ലോപ്പാണെങ്കിൽ ആ പടം കാണാൻ രണ്ടാമത്തെ ദിവസം തൊട്ട് ആരും ഉണ്ടാവില്ല. അതിപ്പോൾ റിവ്യൂ ഫ്ലോപ്പായി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, ആ പടം അങ്ങനെയാണ്. പടം പൊട്ട പടമാണെന്ന് മൗത്ത് പബ്ലിസിറ്റി വന്നു കഴിഞ്ഞാൽ പോക്കാ. ഇവർ ഈ പറയണ പോലെ 2.5 ലക്ഷം പേര് കോക്കണ്ണൻ്റെ റിവ്യൂ കണ്ടതുകൊണ്ട് മാത്രം ഈ കേരള ജനത അവസാനിക്കുന്നില്ല. കേരള ജനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോക്കണ്ണൻ്റെ റിവ്യൂ കാണാത്ത ഒരുപാട് പേരുണ്ട്. അവരൊക്കെ വിചാരിച്ചാൽ തന്നെ ആ പടം ഹിറ്റാവുള്ളൂ. അല്ലാണ്ട് ഈ കോക്കണ്ണൻ്റെ വ്യൂവേഴ്സായിട്ടുള്ള ഈ 2.5 ലക്ഷം പേരൊന്നല്ല ഒരു പടത്തെ വിജയിപ്പിക്കുന്നതും ഇവിടെ പടത്തെ തോൽപ്പിക്കുന്നതും. ഇനി കോക്കണ്ണൻ എന്താ പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് അട്ടഹാസം, അട്ടഹാസം, അന്തന്നല്ല എന്തോ തേങ്ങ. ഓക്കെ, സുരേഷ് ഗോപിന്റെ മോനാണ് മേധർ സുരേഷ്. പിന്നെ ഏതോ ഒരു പ്രൊഡ്യൂസർ, അതിലൊരു പ്രൊഡ്യൂസർ അമേരിക്കയിലാണ്, മത്തായി എന്ന് പറഞ്ഞിട്ട്, അയാളെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം അയാളെ മത്തായി ഉണ്ട്. ഇത് ഏതോ താടിക്കാരൻ പ്രൊഡ്യൂസർ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുവാണ്, പ്രസ് മീറ്റ് വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഏത്? ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. ഞാൻ ഇപ്പോൾ ഓൺ റെക്കോർഡ് ഞാൻ പറയുന്നു, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന തെളിവ് നിന്റെ അടുത്തുണ്ടോ? ഓക്കെ, ഞാൻ ആവശ്യപ്പെട്ടു നീ പറയുന്നല്ലോ. എടാ, പറയുന്ന ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്തത് 1 ലക്ഷം എന്നെ നാണം കെടുത്തത് 1 ലക്ഷം കുണുവ ഞാൻ ചോദിക്കാൻ പോണെന്നാണ്. അതിന് ഏതൊരു മണ്ടനും മനസ്സിലാക്കി കൂടെ 2.5 ലക്ഷം വ്യൂവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി പറയുന്നു. ഇവനൊക്കെ ഏതാടാ? നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്ക് കൊടുത്താൽ പോലും ഒരു പണം കാണില്ല. അണ്ണൻ തൂക്കി ഈ ഒരു ഒറ്റ ഡയലോഗിൽ അണ്ണൻ തൂക്കിയത്. സംഭവം അണ്ണൻ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ആർഡർ നോക്കിയിട്ടുണ്ട്, പക്ഷെ നാക്കൊക്കെ കുഴയുന്നുണ്ട്. എന്നാലും അണ്ണൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഈ 1 ലക്ഷം രൂപ ഈ കേരളത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്താലും ആരും നിൻ്റെ ഈ തീട്ട സിനിമ കാണാൻ വരില്ല എന്നാണ് പറയുന്നത്. ശരിയാണത്, അത് അണ്ണൻ തൂക്കി. അത്രയും തീട്ടപ്പടം ഓൺ റെക്കോർഡും പറയാം. ഇതെല്ലാം കണ്ടു തീർത്ത അവസ്ഥ എനിക്കറിയാം, ഉണ്ണിക്കറിയാം, ഇത് കണ്ട തിരുവനന്തപുരത്തിനറിയാം. എന്നിട്ട് പറയുവാണ്, ഈ മാനിനിരുന്ന് പറയുവാണ്, ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയുവാണ്, ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതിന് തെളിവ് കാണിക്കേ. ഞാൻ വയലൻ്റല്ല, ഞാനൊന്ന് ഹൈ കൊടുത്തോ, തെളിവ് കാണിക്കടാ. ഇവൻ പറയുന്നത് ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ല, എന്റെ ആൾക്കാരാണ് ഇവനോട് ബന്ധപ്പെടുന്നത്. എന്റെ ഏതാൾക്കാരടാ? പണ്ടിക്കരുമാറൻ. ചിരിയിൽ വേറെയും അർത്ഥങ്ങളുണ്ട് കേട്ടോ. ചിരിയിൽ വേറെ അർത്ഥങ്ങളുണ്ട്. ചിരി കഴിഞ്ഞിട്ടാണ് പാണ്ടിക്കാരിമാറ എന്നൊക്കെ പറയുന്നത്. അപ്പം അണ്ണനെ സംബന്ധിച്ചിടത്തോളം ആ 1 ലക്ഷം രൂപ വാങ്ങിച്ചാലും ഈ ഒരു പടത്തിന് ഇമാതിരി പോസിറ്റീവ് റിവ്യൂ ഒരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ ആള് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രാഫിന്റെ അവസ്ഥ എന്താ? ഏതാൾക്കാരെ? എനിക്ക് ഏതാൾക്കാരെ? ഞാൻ തനിയാൾ. എന്റെ ഏതാൾക്കാരെ? പട്ടികളെ ഞാൻ പറയുന്നേ, കോമൻസ് ഇടുന്ന പട്ടികളെ. ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതടി പൈസ വാങ്ങിച്ച്. അണ്ണൻ അതിൻ്റെ ഇടക്കൂടെ നൈസായിട്ട് കമന്റ് ഇട്ടവർക്കും പണി തരുന്നുണ്ട്. സൈൽ അനന്തൂരിട്ട് പൈസ വാങ്ങിച്ച്, സൈലത്തിൽ അനന്തൂർ എനിക്കറിയാം, അനന്തൂർ എന്നെ അറിയാം. ഞാൻ എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ.
അത്രയും പൈസ വാങ്ങിച്ചിട്ട് എന്ത് കാണിക്കാനാ ദരിദ്രവാസികൾ എനിക്ക് തോന്നുന്നതാ? എടാ താടി വെച്ച അന്ത അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എങ്കിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പൈസ വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ്? തെളിവ് കാണിച്ചു പറടാ, തെളിവ് കാണിച്ചു പറടാ, തെളിവ് കാണിച്ചു പറ. ഞാൻ ഇന്ന് 10 പൈസ ഒരു മനുഷ്യടുത്ത് ഞാനുണ്ടല്ലോ ഒരാളുടെ ഒരു കാലിച്ചായ വാങ്ങിച്ചു പിടിക്കാത്ത ഒരാളാണ് ഞാൻ. എന്നെ അറിയുന്ന ആൾക്കാർക്ക് എന്നെ അറിയാം, മനസ്സിലായോ? കുറേ നാളായിട്ട് കുറേ ആൾക്കാർ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ടാണ് ഇൻഡസ്ട്രിക്കുള്ളിൽ നിന്നുള്ളവർ ഇത് പറയുന്നത്, പുറത്ത് പറയുന്നത്. സിനിമാക്കാർ പട്ടികളെ ഞാൻ പറയുന്നത്, സിനിമാക്കാർ പട്ടികളെ. ന്യൂസ് 18 ചാനലിലെ ആൾക്കാരെ വെല്ലുവിളിക്കുന്നത്. ഒരു തെളിവ്, ഒരു ട്രാൻസാക്ഷൻ കാശ് വാങ്ങിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് അടിസ്ഥാനം എന്തോ? എങ്ങനെയാണ് കാശ് വാങ്ങിക്കുക? നീയും നിന്റെ തന്തമാരെല്ലാരും കൂടെ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എനിക്ക് കാശ് പിന്നെ എന്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ സെക്യൂരിറ്റിന് എടുത്ത് കൊടുക്കണോ? നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഒരു കാലത്ത്. പറഞ്ഞത് കറക്റ്റാണ്. പണ്ട് സുരേഷ് ഗോപിയുടെ വലിയ ഫാനായിരുന്നു ആള്. ബഡാ ദോസ്തൊക്കെ ഫസ്റ്റ് ഷോ പോയി കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഇനി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയുടെ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ വാടപ്പിച്ച വീഡിയോ ആണ് ശരിക്കും കോക്കണ്ണൻ പുറത്തു വിട്ടത്. പക്കാ റിയൽ ലൈഫ് ഒരു സാഗർ കോട്ടപ്പുറം വൈബ്, ആ ഒരു വൈബ് പിടിച്ചിട്ടാണ് ആൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. പിന്നെ അണ്ണനൊരു അന്യനാവണമെന്നുണ്ട്, പിന്നെ പെട്ടെന്ന് അമ്പിയാവുന്നുണ്ട്. അപ്പോൾ വയലൻ്റ് ആയതെല്ലാം ഒന്ന് ഹൈ കൊടുത്തതാണെന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ആൾ. കമൻസ് ഇടുന്നവരോട് പറഞ്ഞു ഞാൻ ബ്രോമൻസ് പൈസ വാങ്ങിച്ചു, അതുപോലെ അതിരടിക്ക് പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എടോ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് ഇത്ര പൈസയ്ക്കൊന്നും ആവശ്യമില്ലടാ ജീവിക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് ഹൈഡ്രോളിയും ഞാനും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊക്കെ മാന്യത ഉണ്ടായിരുന്നു. ഹൈഡ്രോളി ഒരു ആൺകുട്ടിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കോക്കണ്ണൻ പറയുന്നത് നമ്മളെ ധ്യാനിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ്, ഈ നിമിഷം ഞാൻ ഓർക്കുന്നത് എൻ്റെ ധ്യാനെയാണ്. എത്ര പടം ഞാൻ ധ്യാനിനെ മോശം പറഞ്ഞടാം. ഇന്ന് വരെ എൻ്റെ ധ്യാൻകുട്ടൻ എനിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ധ്യാനെ പോലെ ആകണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ 10 അല്ല 100 ജന്മം ജനിച്ചാലും പറ്റത്തില്ല. പിന്നെ ആൾ പറഞ്ഞത് ബിക്കോസ് ധ്യാൻ ഈസ് ദ സൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ശ്രീനിവാസൻ സാർ. ശരിക്കും പറഞ്ഞാൽ മാധവ് സുരേഷൻ അപ്പൻ, അതായത് സുരേഷ് ഗോപി ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള കരിയറാണ് ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടും പറയാം, ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ അച്ഛനുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കരിയറാണ് ഇവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ ഇമാതിരിയുള്ള തീട്ടപ്പടങ്ങൾ ഇറക്കി വിട്ടിട്ട്, ഇവൻ്റെ തീട്ടപ്പടങ്ങൾ ഇവൻ സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ടോ ഇവൻ 4 ഇംഗ്ലീഷിൽ വന്നിരുന്ന് തള്ളിയതുകൊണ്ടോ തള്ളി മറിച്ചതുകൊണ്ടോ ഒന്നും പടം ഹിറ്റാവൂലടാ. പടം ഹിറ്റാവണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു കഴിവുള്ള രീതിയിലാവുന്ന അഭിനയിക്കാതെ നീ മറ്റുള്ളവരുടെ മുകളിൽ കുറ്റം ചാർത്തി രക്ഷപ്പെടല്ലേ. നിൻ്റെ ഭാഗത്താണ് 100% തെറ്റ്. നിനക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ അഭിനയിക്കാനില്ല എന്ന് പറഞ്ഞാൽ മാറിക്ക ചെയ്യുക. നിൻ്റെ തന്നെയല്ലേ ചേട്ടൻ ഗോകുൽ സുരേഷ്, അവനെന്താ കുഴപ്പം? അവൻ അഭിനയിക്കുന്ന പടങ്ങളൊക്കെ അത്യാവശ്യം ആൾക്കാർ കാണണ്ടല്ലോ. എന്താ അവനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് വരെ? എടാ ആൾക്കാർ പലതും പറയും. ഇപ്പോൾ പറഞ്ഞില്ലേ, ഇത് കോക്കണ്ണൻ പറഞ്ഞില്ലേ ധ്യാനിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് കോക്കണ്ണൻ. ധ്യാനിനെ നല്ലതെന്ന് തന്നെയാണ് പറയണത്. ആ ഒരു പടം ഉണ്ടല്ലോ മറ്റേ കുഡൂസ് മീഡിയൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു പടം, ആ പടത്തിന് മാത്രമാണ് കോക്കണ്ണൻ അത്യാവശ്യം നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ളത് ധ്യാനിനെ പറ്റിയിട്ട്. ബാക്കി ധ്യാനിറക്കണ എല്ലാ പടത്തിനും നല്ല രീതിയിൽ പടക്കം, അപരാധം, കാട്ടപരാധം പടങ്ങൾ തന്നെയാണ് കോക്കണ്ണൻ പറഞ്ഞിട്ടുള്ള റിവ്യൂ. അതിൽ കോക്കണ്ണൻ പറയുന്നുണ്ട് ധ്യാൻ ബി ലൈക്ക് ബ്രാൻഡ് ഇതാണടാ, ഒറ്റയ്ക്ക് ഉണ്ടാക്കിയെടുത്ത ബ്രാൻഡ് എന്ന്. പിന്നെ ഇൻഡയറക്റ്റ്ലി ആയിട്ടാണെങ്കിലും പറഞ്ഞ വേറൊരു കാര്യമാണിത്, പൈതൃകത്തിനെ പറ്റിയിട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഇതിനകത്ത് എനിക്കൊന്നേ പറയാനുള്ളൂ, കഴിവില്ലാത്തവനെ വിളിച്ചിട്ട് കഴിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള പരിപാടികൾ നിർത്തിയിട്ട് ആദ്യം നിങ്ങൾ നല്ലൊരു സിനിമ പിടിക്കും, ജനം നിങ്ങളുടെ പിന്നാലെ വരും. അല്ലാതെ എൻ്റെ പടം ഇവൻ കാരണം നശിപ്പിച്ച്, ഇവൻ കാരണം എൻ്റെ പടം കംപ്ലീറ്റ് പോയി എന്നും പറഞ്ഞിട്ട് കുത്തിരിക്കാണ്ട്. ഇപ്പം എന്തായാലും കോക്ക് പബ്ലിക്കായിട്ടാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്. പുള്ളിക്ക് പൈസ വാങ്ങിയെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ പണി നിർത്തുമെന്ന് കോക്കണ്ണൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ VD സതീശൻ പറഞ്ഞ പോലെ വനവാസത്തിന് പോകുന്ന പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തെളിവ് ഹാജരാക്ക്, എന്നിട്ട് സംസാരിക്കുക.
നിങ്ങളുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ്, ഒരു ഫോൺ റെക്കോർഡോ അല്ല പൈസ തരാൻ പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ആളുടെ വാട്സപ്പ് മെസ്സേജോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അടുത്ത്? വെറുതെ വായ തോന്നിയത് പബ്ലിക്കിൻ്റെ അടുത്ത് ഇരുന്നിട്ട് സംസാരിക്കുക. ഈ തമാശയില്ലാത്തൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഴ്സണലി അശ്വന്ത് ഗോക്ക് പൈസ വാങ്ങി റിവ്യൂ ചെയ്യുന്ന ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പുള്ളി പറയുന്ന എല്ലാത്തിനോടും യോജിപ്പൊന്നും ഇല്ലെങ്കിലും അങ്ങനെ പെയ്ഡ് റിവ്യൂ എന്തായാലും കോക്ക് പറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല. അതും ഈ പറഞ്ഞ ഈ 1 ലക്ഷം ഒക്കെ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ള കോക്കിന് ഏറ്റവും നിസ്സാരമായിട്ടുള്ളൊരു തുകയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് സിനിമയ്ക്ക് പ്രൊമോഷൻ വേണമെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടിയിടുകയല്ല വേണ്ടത്. എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഇവർ തള്ളി പടച്ചു വിട്ടൊരു സാധനമാണിതെന്ന്. ഇപ്പോൾ ഇതിൻ്റെ പേരിലാണെങ്കിലും ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ആൾ കയറിയാലോ. അശ്വന്ത് ഗോക്ക് പെയ്ഡ് ആണെന്ന് ചിലർ പറയാനുള്ള കാരണം ഒന്നെങ്കിൽ അവർക്ക് തീരെ അവർക്ക് അതായത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ കോക്ക് പോസിറ്റീവ് പറയുമ്പോഴും, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ കോക്ക് നെഗറ്റീവ് പറയുമ്പോഴാണ്. അത് എന്ത് ലോജിക്കാണ്? അത് ഇപ്പോൾ നമ്മളെ ക്യാരക്ടേഴ്സ് പലവിധമാണ്. ഇപ്പം എനിക്കിഷ്ടപ്പെടുന്ന ഒരു സിനിമ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ നിങ്ങൾക്കൊരു ആവറേജായിട്ട് തോന്നാം. അത് അങ്ങനെയാണ്. ഇഷ്ടപ്പെടാത്തതും ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ തോന്നണം എന്ന്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു സംഭവം ബാക്കിയുള്ളവർക്ക് അതുപോലെ തന്നെ ആവണമെന്ന് തോന്നരുത്. ഇപ്പോൾ കോക്കണ്ണനൊരു 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടോ 12 ലക്ഷം രൂപ കൊടുത്തുകൊണ്ടോ നിങ്ങളുടെ സിനിമ വിജയിക്കില്ല. ശരിയായ വഴിയിലൂടെ പാടൂ. അപ്പോൾ ഈ പൈസ ഇറക്കാതെ തന്നെ പടം നല്ല രീതിക്ക് ഹിറ്റാവും. പിന്നെ നിങ്ങൾ ഈ പടം റിലീസ് ചെയ്യാനാണ് ഇമാതിരിയുള്ള കാട്ടവരാതം പിടിച്ച നാടകം ഡ്രാമ സെറ്റപ്പ് ചെയ്തിട്ടെങ്കിൽ നിങ്ങളെ 2ാം വരവും അമ്മാതിരി ഫ്ലോപ്പാവും. മാധവ് സുരേഷേ, നിനക്ക് കഴിവുണ്ടെന്ന് ജനം മനസ്സിലാക്കുന്ന അന്നേ നിൻ്റെ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാവുള്ളൂ. അല്ലാതെ നീ എത്ര കിടന്നിട്ടും മോങ്ങിയിട്ടും മെഴുകിയിട്ടും ഇവിടെ നിൻ്റെ സിനിമ കാണാൻ ആളുണ്ടാവണമെന്നില്ല. നീ ഫുൾ ടൈം ഏറിപ്പോയിക്കൊണ്ടേയിരിക്കും. നിന്നെക്കാട്ടി ഹേറ്റേഴ്സ് ഉള്ള ആളായിരുന്നു പൃഥ്വിരാജിന് നിന്നെക്കാട്ടി ഹേറ്റേഴ്സ് ഉണ്ട്. സത്യമൊക്കെ ഇറങ്ങുന്ന സമയത്ത് 1 ഹെയ്റ്റാ അവന്. എന്നിട്ട് അവന് ഈ ഒരു ലെവലിൽ എത്തണമെങ്കിൽ അവന് അതിനുള്ള കഴിവുണ്ട്. അവൻ്റെ കഴിവ് അവിടെ തെളിയിച്ചിട്ടുണ്ട് അവൻ. അപ്പോൾ നല്ലൊരു സിനിമ, നല്ലൊരു കഥ തിരഞ്ഞെടുത്ത് അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. ആ കഥാപാത്രം ഉൾക്കൊണ്ട് അഭിനയിക്കാൻ ശ്രമിക്കുക. നിൻ്റെ കണ്ണിൻ്റെ ഐ കോണ്ടാക്റ്റാണ് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിൻ്റെ സിനിമ കാണുമ്പോൾ നിൻ്റെ അഭിനയ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം നിൻ്റെ ഐ കോണ്ടാക്റ്റാണ്. ഒന്നാമത് ഐ കോണ്ടാക്റ്റ് പോക്കാണ്. 2ാമത് നിൻ്റെ കൈയും കാലും വെറുതെ ഇരിക്കില്ല സംസാരിക്കുമ്പോഴൊന്നും. പിന്നെ നിൻ്റെ നടത്തം, പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഞാനെന്ന ഭാവം എന്നുള്ള ഒരു കൂസലില്ലാത്തൊരു മുഖം, അത് എപ്പോഴും വർക്കാവില്ല. മനസ്സിലാവുന്നുണ്ടോ? നല്ല രീതിയിൽ അഭിനയിക്കുക, ജനമപ്പം കൈയടിക്കും. ഇപ്പം കൂകി വിളിച്ചവരൊക്കെ നിനക്ക് കൈയടിച്ച് നിന്നെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ നിൻ്റെ അച്ഛൻ കാരണമല്ല നിൻ്റെ കരിയർ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിൻ്റെ അച്ഛനൊക്കെ എപ്പോൾ വന്നാലും ജനം സ്വീകരിക്കുന്നതാണ്. ഏതൊരു നല്ല സിനിമയായിട്ട് നിൻ്റെ അച്ഛൻ വന്നോ അന്ന് ഇവിടെ ജനം ആളെ ഏറ്റെടുക്കും. വർഷങ്ങൾക്ക് ശേഷം കമ്മീഷണർ 2 ആയിട്ട് ആൾ രംഗപ്രവേശനം ചെയ്തപ്പോൾ അന്നിവിടെ ഭയങ്കര എന്താ പറയുക ഇൻഡസ്ട്രി ഹിറ്റടിച്ചത് അത് സാധനം. എന്തുകൊണ്ടാണ്? പിന്നെ വരനാവശ്യമുണ്ട്, അത്യാവശ്യം ഓടിയ പടമാണ് പാപ്പാൻ, അത്യാവശ്യം ഓടിയ പടം. അതൊക്കെ പൊളിറ്റിക്സിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ അവസാനം ഇറങ്ങി ഗരുഡനടക്കം ആൾക്ക് കൈയടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നീ ആ ലെവലിൽ അങ്ങോട്ട് ഉണ്ടാക്കല്ലേ മോനെ. നീ കാരണമാണ് ഈ പടം പൊട്ടാനുള്ള എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കാൻ ശ്രമിക്കും. എന്നിട്ട് നന്നായി ചെയ്യാൻ, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബെറ്റർ ആവാൻ നോക്ക്. ഫഹദൊക്കെ ആദ്യം വന്ന സമയത്ത് നല്ല കൂലിട്ടിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ അവൻ്റെ 2ാം വരവ് അത് അമ്മാതിരി വരവായിരുന്നു. അതേപോലെ ആവണം. ഞാനും സുരേഷ് ഗോപിയുടെ മകനാണ്, അതുകൊണ്ട് എന്നെ ആരും അഭിനയം പഠിപ്പിക്കണ്ട, ഞാനിങ്ങനെ അഭിനയിക്കും അടിപൊളിയാണെന്ന് നീ സ്വയം വിചാരിക്കരുത്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്.